ഹലോ ഫ്രണ്ട്സ്, 2026 വാങ്ങാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വാഷിംഗ് മെഷീൻ നമുക്ക് പരിചയപ്പെടാം. വേൾപൂൾ എന്ന ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും പരിചിതമാണ്. നല്ല ഹിസ്റ്ററിയുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ചരിത്രം ഉറങ്ങുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് വേൾപൂൾ. അപ്പോൾ നമുക്ക് ഈ ഒരു വാഷിംഗ് മെഷീന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വാഷിംഗ് മെഷീൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ഇത് അത്രയ്ക്കും ആം, അടിപൊളി ഒരു സാധനമാണ്. നിങ്ങൾക്ക് അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് ലുക്കിലോട്ട് പോകാം. ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സോളിഡ് ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു വാഷിംഗ് മെഷീൻ ആണ്. അതുപോലെ തന്നെ LED ടച്ച് പാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ സൈഡിൽ വരുന്നത് ആന്റി വൈബ്രേഷൻ പാനലാണ്. 24 വാഷ് പ്രോഗ്രാം ഇതിനകത്തുണ്ട്. അതൊരു സർക്കുലർ ഡയൽ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ ഡിസ്പ്ലേയിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് എത്രയും വളരെയധികം ലളിതമായി തന്നെ അണ്ടർസ്റ്റാൻഡ് ആയി മനസ്സിലാക്കാൻ സാധിക്കുന്നവയാണ്. ഇനി ഇതിന്റെ സ്പെസിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഇതിലൊരു ഡയറക്ട് ഡ്രൈവ് 1400 RPM മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ഒരു ടെക്നോളജി യൂസ് ചെയ്തിരിക്കുന്ന ഓസോൺ എയർ റിഫ്രഷ് ടെക്നോളജിയാണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയർ ഓസോൺ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ വാഷിംഗ് മെഷീനകത്തുള്ള തുണികളിലുള്ള സ്മെല്ലും ബാക്ടീരിയ ഒക്കെ ഇത് നീക്കം ചെയ്യും. അതിനുശേഷം ഈ ഓസോൺ വീണ്ടും ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പിന്നെ അത് അറ്റ്മോസ്ഫിയറിലേക്ക് കളയുന്നു. ഇതാണ് ഇതിന്റെ ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. കേൾക്കുമ്പോൾ വളരെ ഓക്വേർഡായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു ടെക്നോളജി ഈ ഒരു വാഷിംഗ് മെഷീൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോയി ഒരു 2-3 മണിക്കൂർ മാത്രം നിങ്ങൾ ഒരു ഡ്രസ്സ് ഇട്ടു. വളരെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഫോർ എക്സാമ്പിൾ ഒരു സിൽക്കിന്റെ ഡ്രസ്സാണെന്ന് കരുതുക. അപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾ ഇട്ടതിന് ശേഷം വന്ന് നിങ്ങൾക്ക് ഇത് കഴുകാതെ തന്നെ അല്ലെങ്കിൽ വെള്ളവും ഡിറ്റർജന്റോ ഉപയോഗിക്കാതെ തന്നെ ഇത് വാഷിംഗ് മെഷീനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഓസോൺ സെൻസ് എന്ന് പറയുന്ന ആ ഒരു മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്തുള്ള സ്മെല്ലും ബാക്ടീരിയ ഒക്കെ പോയി ഫ്രഷ് ആയിട്ട് ഈ തുണി കിട്ടും. അതാണ് അതിന്റെ പ്രത്യേകത, ഈ ഒരു ടെക്നോളജിയുടെ പ്രത്യേകത, വെള്ളവും ഡിറ്റർജന്റ് ഒന്നും ഇല്ലാതെ. അടുത്ത ടെക്നോളജി യൂസ് ചെയ്യുന്നത് സിക്സ്ത് സെൻസ് സോഫ്റ്റ് മൂവ് ടെക്നോളജിയാണ്. അതായത് നമ്മൾ വാഷിംഗ് മെഷീൻ ഡ്രം ഒരുപാട് സ്പീഡിൽ കറങ്ങുന്നത് കൊണ്ട് തുണി അങ്ങനെ നല്ലതുപോലെ വൃത്തിയാകണം എന്നില്ല. അപ്പോൾ വളരെ കുറച്ച് ചെറിയ RPM വേണമെങ്കിലും നമുക്ക് ഈ ഒരു വാഷിംഗ് മെഷീൻ ഡ്രമ്മിന് മൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അതുവഴി തുണി കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് വൃത്തിയായി കിട്ടുന്നതായിരിക്കും. അടുത്ത ടെക്നോളജി യൂസ് ചെയ്യുന്ന സീറോ പ്രഷർ ഫിൽ ടെക്നോളജി, SFPF ടെക്നോളജിയാണ്. അതായത് നിങ്ങൾ നമുക്കറിയാം, ഈ വളരെ പ്രഷറിൽ തന്നെ നമ്മുടെ പൈപ്പുകളിൽ നിന്ന് വെള്ളം വരാത്തൊരവസ്ഥയിൽ പോലും വളരെ ലോ ആയിട്ടുള്ള പ്രഷറിലാണ് വെള്ളം വരുന്നതെങ്കിൽ പോലും നമുക്ക് വാഷിംഗ് മെഷീനിൽ വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതാണ് ഈ ഒരു SFPF ടെക്നോളജി. ഈ ഒരു വാഷിംഗ് മെഷീനിൽ ഇൻബിൽട്ട് ആയിട്ട് ഒരു ഹീറ്റർ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുവഴി നമുക്ക് വെള്ളം ചൂടാക്കി തന്നെ തുണികൾ കഴുകുന്നതാണ്. അടുത്തൊരു ഫീച്ചർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് ആക്കാനുള്ള ഒരു ടെക്നോളജി ഈ ഒരു വാഷിംഗ് മെഷീനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് നിങ്ങൾ സെപ്പറേറ്റ് ഒരു അറ്റാച്ച്മെന്റ് 2000 രൂപ മുടക്കി ഇതിൽ ഫിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാകുമ്പോൾ നിങ്ങൾക്ക് ഹാർഡ് വാട്ടർ ആണെങ്കിൽ കൂടി അത് സോഫ്റ്റ് ആക്കി തന്നെ വാഷ് പെർഫോമൻസ് നല്ല ആവാൻ സഹായിക്കുന്നതായിരിക്കും. പ്രോഡക്റ്റിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്, ഓഫ്ലൈൻ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഇതിന്റെ വില വരുന്നത് 32,000 മുതൽ 36,000 വരെയാണ് പല വേരിയൻസിനായിട്ട്. ഈ ഒരു പ്രോഡക്റ്റിന് 5 ഇയേഴ്സിന്റെ കോംപ്രഹെൻസീവ് വാറണ്ടിയും 10 ഇയേഴ്സിന്റെ മോട്ടോർ വാറണ്ടിയും കൊടുത്തിട്ടുണ്ട്. കോംപ്രഹെൻസീവ് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് എന്തുണ്ടായാലും അത് കമ്പനി തന്നെ ശരിയാക്കി തരുന്നതായിരിക്കും. ഇനി നമുക്ക് വാഷിംഗ് മെഷീന്റെ പ്രോ ആൻഡ് കോൺസ് എന്താണെന്ന് നോക്കാം. നല്ലതും ചീത്ത എന്താണെന്ന് നോക്കാം. എല്ലാ നമുക്ക് ഇലക്ട്രോണിക് സാധനം എടുത്തു കഴിഞ്ഞാൽ അതിന് ഒരു നല്ല വശം ചീത്ത വശം ഉണ്ടാകും. എല്ലാം അത്രയും 100% ഓക്കെ നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പൊ ഈ ഒരു വാഷിംഗ് മെഷീന്റെ കോൺസ് അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ്സ് എന്തെങ്കിലും വെച്ചാൽ ഒരു വൈഫൈ എന്ന് പറയുന്ന സെറ്റപ്പ് ഇല്ല. കാരണം വൈഫൈ ഒരു അത്യാവശ്യ ഫീച്ചർ അല്ലെന്ന് പലർക്കും തോന്നിയേക്കാം. എന്നാലും ഈ ഒരു നമ്മൾ ഉപയോഗിക്കോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മൾ ആ ഒരു ടെക്നോളജി ഈ ഒരു ടൈമിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അത് കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പൊ വൈഫൈ ഇല്ല എന്നുള്ള ഒരു സംഭവമാണ്. അത് പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അല്ലായിരിക്കും. ഇനി അടുത്ത ഡ്രം സൈസ്, നമ്മുടെ ഈ ഒരു വില കൊടുത്ത് വാങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഇതിന്റെ കോമ്പറ്റേറ്റേഴ്സ് ആയിട്ടുള്ള വാഷിംഗ് മെഷീനിന് ഡ്രം സൈസ് ഇതിനെക്കാട്ടി കുറച്ചുകൂടി വലുതായിരിക്കും. അതുകൊണ്ട് പിന്നെ ഹാർഡ് വാട്ടറിന് ഈ പറയുന്ന അറ്റാച്ച്മെന്റ് 2000 രൂപയ്ക്ക് എക്സ്ട്രാ കൊടുക്കുന്നത്, അതൊരു കാരണം കമ്പനി പറയുന്നത് ഹാർഡ് വാട്ടർ നിങ്ങൾ സോഫ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെന്റ് ഓൾറെഡി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ടെക്നോളജി കൊണ്ടുവരുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്യുന്നത്. 2000 രൂപ എക്സ്ട്രാ കൊടുത്തിട്ട് അറ്റാച്ച്മെന്റ് വാങ്ങി വെക്കുന്നത്. ഓക്കെ, ഇതിന്റെ പ്രോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നല്ല വശം നോക്കിയാൽ ഓസോൺ എയർ ഫ്രഷ് എന്ന ടെക്നോളജി നേരത്തെ പറഞ്ഞത് ഒരു സയന്റിഫിക്കലി പ്രൂവൺ ടെക്നോളജിയാണ്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് വിശ്വസിക്കാൻ പാടുള്ളത് തോന്നുമെങ്കിലും അതൊരു പ്രൂവൺ ടെക്നോളജിയാണ്. അത് 100% വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സീറോ പ്രഷർ ഫിൽ, അതായത് പല വീടുകളിലും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് നമ്മുടെ ടാപ്പ് വാട്ടറിനകത്ത് പ്രഷർ ഇല്ലാതെ വെള്ളം വരുന്നത്. അപ്പോൾ അത് പല അവസ്ഥയിലും ബുദ്ധിമുട്ടുണ്ടാക്കും. വാഷ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് പലർക്കും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാ വാഷിംഗ് മെഷീന്റെ ലിസ്റ്റുകളും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാത്തതുള്ളത് തന്നെ ദയവായി നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആ ലിങ്ക് ഉപയോഗിച്ച് വാങ്ങിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.